ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളുടെ ഫിൻടെക്കിൻ്റെ 1.3 സെക്ഷൻ്റെ ലാസ്റ്റ് പോർഷനാണ് പ്ലാറ്റ്ഫോംസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് സപ്പോർട്ട് ഫിൻടെക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫിൻടെക് സപ്പോർട്ട് ചെയ്യുന്ന പ്രാക്ടീസസിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ, സെക്കൻഡ് വൺ KYC, തേർഡ് വൺ സിബിൽ സ്കോർ, ഫോർത്ത് വൺ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഫിഫ്ത്ത് വൺ ഇന്ത്യ സ്റ്റോക്ക്. ഇതിനകത്ത് ആദ്യത്തെ സാധനമാണ് ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ. ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ പ്രാക്ടീസാണ് ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ ആധാർ എന്ന് പറയുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓരോ വ്യക്തിക്കും അയാളുടെ ബയോമെട്രിക്കും പേഴ്സണലുമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നൽകുന്ന യുണീക്ക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്പറാണ് ആധാർ നമ്പർ. ഇത് 12 അക്ക നമ്പറായിരിക്കും. ഇതിനകത്ത് നമ്മളുടെ ബയോമെട്രിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഫീഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ആധാർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിംഗർ പ്രിൻറ്റും ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് എടുത്തേക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ് ആധാർ എന്ന് പറയുന്നത്. ഈ ആധാർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ടെക്നോളജി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആധാർ ആകുമ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് എൻറോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കസ്റ്റമർ ഓൺ ബോർഡിങ് ഈസിയറായിട്ട് നടക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കസ്റ്റമർ ഏതാണെന്നും കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഡേറ്റയുടെ ഒന്നും ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം കൂടുതൽ ഡേറ്റയും നമ്മുടെ ആധാറിനകത്ത് തന്നെ പ്രൊവൈഡഡ് ആണ്. പിന്നെ നോ യുവർ കസ്റ്റമർ, പിന്നെ ഡിജിറ്റൽ വാലറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈസിയർ ആയിട്ടുള്ള ആക്സസ് ആധാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില ഫിൻടെക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരെ നമുക്ക് ആധാർ വഴി തന്നെ ഡയറക്റ്റ് എൻറോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും സ്ട്രോങ്ങും അതേപോലെ തന്നെ പവർഫുള്ളും ആയിട്ടുള്ള ഒരു നമ്മുടെ വെരിഫിക്കേഷനാണ് ആധാർ വഴി നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫിൻടെക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം ആധാറാണ്. സെക്കൻഡ് വൺ KYC നോംസ് ആൻഡ് KYC. എന്താ KYC എന്ന് പറയുന്നത്? നോ യുവർ കസ്റ്റമർ. എന്താ നോ യുവർ കസ്റ്റമർ? ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് KYC എന്ന് പറയുന്നത്. ഇത് RBI മാൻഡേറ്റ് ചെയ്തിട്ട് നിലവിൽ വന്നതാണ്. അപ്പം നമ്മൾ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ആധാർ നമ്പറും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ ഇമെയിൽ IDയിലും ഫോൺ നമ്പറിലും എല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ വരാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? നോ യുവർ കസ്റ്റമർ KYCയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ആധാറും നമ്മളെയും എല്ലാം ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ KYC, ഇലക്ട്രോണിക് KYC, അതെന്ന് പറയുന്നത് ഡിജിറ്റൽ വേർഷൻ ഓഫ് KYC ആണ് ആധാർ ഓതൻറ്റിക്കേഷൻ വെച്ചിട്ട് നടക്കുന്നത്. ഇവിടെ അതിന് നമുക്ക് ഈ ഫിസിക്കൽ കോപ്പീസ്, ഡോക്യുമെൻറ്റേഷൻ, ഇതിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി KYC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ KYCയുടെ മറ്റൊരു ഫോമാണ് വീഡിയോ KYC. RBI ഓൾട്ടർനേറ്റീവായിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു KYC ആണ് വീഡിയോ KYC എന്ന് പറയുന്നത്. ഇത് വീഡിയോ കോൾ വഴി കസ്റ്റമറിനെ വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ AI ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമറിനെ ഈ വീഡിയോ KYCയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ AI പഠിച്ച സമയത്ത് വീഡിയോ KYCനെ സപ്പോർട്ട് ചെയ്യുന്നത് AI ആണെന്ന് പറഞ്ഞത്. ഇതിനുള്ള ബെനിഫിറ്റ് എന്താണ്? കസ്റ്റമറിനും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കും ടൈം ഒരുപാട് ലോസ് ആവുന്നില്ല. പിന്നെ പേപ്പർലെസ് ആണ്, കോണ്ടാക്ട്ലെസ് ആണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലും റിമോട്ട് ഏരിയയിലും ഉള്ള ആൾക്കാരെയും കൂടെ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ സിബിൽ സ്കോർ ആൻഡ് ക്രെഡിറ്റ് റിപ്പോർട്ട്സ്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി സിബിൽ സ്കോറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സിബിൽ സ്കോർ എന്ന് പറയുന്നത്? ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ലിമിറ്റഡിൻ്റെ സ്കോറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ഇത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്ത് കാണിക്കുന്നത്? ഈ പൈസ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകുന്ന ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ് കാണിക്കുന്ന 3 ഡിജിറ്റ് നമ്പറാണ്. ഇത് 300-നും 900-നും ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ റേഞ്ച് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഫിനാൻഷ്യൽ ടെക്നോളജീനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ലോണ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചത് പേ ചെയ്യുമോ എന്നുള്ള ആ ഒരു എലിജിബിലിറ്റീനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോറും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അണ്ടർ റൈറ്റിംഗ് എൻജിൻസും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ഡിസിഷൻസ്, നമുക്ക് ലെൻഡിങ് കപ്പാസിറ്റി ഉണ്ടോ, നമുക്ക് അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇൻ്റർഫറൻസ് നടത്തി നമ്മൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അറിയിക്കും നമുക്ക് ലോൺ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്താ ഈ അണ്ടർ റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ ഒരു ക്രെഡിറ്റ് എടുത്താൽ നമുക്കത് പേ ചെയ്യാൻ പറ്റുമോ, ജാമ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെയാണ്. അത് ജാമ്യം നിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്, അംഗീകാരം നൽകുക, അതായത് നമ്മൾ വേർത്താണെന്നുള്ളത്. അപ്പോൾ അതും നമ്മുടെ സിബിൽ സ്കോറും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാണ്, നമ്മളോട് പറയാണ് ലോൺ തരും അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കൊന്നും ഈ സിബിൽ സ്കോർ കാണില്ല, കാരണം അയാൾ എടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇൻഫോർമൽ സെക്ടറിൽ മാത്രമേ ലോൺ എടുത്തിട്ടുള്ളൂ, അങ്ങനെയുള്ള ആൾക്കും സിബിൽ സ്കോറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സ്കോർ കാണിക്കുന്നതാണ് സിബിൽ മൈക്രോ ഫിനാൻസ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ടെക്നോളജീനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രഷ് ആയിട്ട് വരുന്ന ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ്സും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ കുറേ ആപ്സ്, പേസെൻസ്, മണി ടാപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം ആൾക്കാർക്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നത് സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ്. പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിൽ ഫിൻടെക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പ്ലാറ്റ്ഫോംസാണ് പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് UPI, നെഫ്റ്റ്, ഡിജിറ്റൽ വാലറ്റ്, QR കോഡ് പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ UPI എന്താണെന്ന് നമുക്കറിയാം അല്ലേ, യൂണിഫൈഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. ഇപ്പം നമ്മുടെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മൊബൈൽ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം. പിന്നെ നെഫ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്, നെഫ്റ്റ്, IMPS, RTGS എന്നൊക്കെ പറയുന്നത്. ഇതും 24/7 ആക്സസ് ഉള്ള സാധനങ്ങളാണ്. പിന്നെ ഫോൺ പേ, ഗൂഗിൾ പേ, Paytm പോലെയുള്ള പിയർ ടു പിയർ മെർച്ചൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന എനേബിൾ ചെയ്യുന്ന ഡിജിറ്റൽ വാലറ്റുകൾ. പിന്നെ QR കോഡ് പേയ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ QR കോഡ് വഴിയായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നത്, അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ക്യാഷ് ഇങ്ങനെ ക്യാരി ചെയ്യണമെന്നില്ല. ചെറിയ ട്രാൻസാക്ഷൻസ് വരെ ഈസിയറായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അതായത് ചെറിയ ഇപ്പോൾ ചില്ലറകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഈ ചില്ലറകളൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ത്യയിൽ അടുത്ത ഫിൻടെക്കിനെ എനേബിൾ ചെയ്ത പ്രാക്ടീസാണ് ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഓപ്പൺ APIൻ്റെയും ഒരു സെറ്റാണ്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം, വൈഫൈ, ഡിജിറ്റലൈസേഷൻ, ക്യാഷ്ലെസ് ഇക്കോണമി, വയർലെസ് ഇക്കോണമി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രാക്ടീസസാണ്. ഇതിൻ്റെയൊക്കെ ഒരു സെറ്റാണ് ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിനെയും ബിസിനസ്സിനെയും ഡെവലപ്പേഴ്സിനെയൊക്കെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാനും ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനും ഡേറ്റ ഓൺലൈനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റേഷനാണ് നൽകുന്നത്. ഇതിൻ്റെ കീ കമ്പോണൻസ് ആണ് ആധാർ, eKYC, ഇ-സൈൻ, ഡിജിറ്റൽ സൈന്, പിന്നെ UPI, ഡിജി ലോക്കർ. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ വെച്ചത് ഡിജി ലോക്കർ വഴിയാണ്. അതൊരു ഡിജിറ്റലൈസേഷൻ പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഇന്ത്യ സ്റ്റാക്കിൻ്റെ ഭാഗമാണ്. പിന്നെ അക്കൗണ്ട് ആഗ്രിഗേറ്റർ, ഇതിപ്പോൾ കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഷെയറിംഗ് ആണ്. ക്രെഡിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അതെല്ലാം ഇന്ത്യ സ്റ്റാക്കിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കീ കമ്പോണൻസ് ആണ്. ഇതിത്രയാണ് ബേസിക്കായിട്ട് ഇന്ത്യയിൽ ഫിൻടെക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും പ്രാക്ടീസസും.